യുഡിഎഫിന് തകർപ്പൻ ജയമുണ്ടായതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചു. ഗവർണർ അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചു. പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ അദ്ദേഹം കാവൽ മുഖ്യമന്ത്രിയായി തുടരും. 9 വർഷവും 11 മാസവും 9 ദിവസവും കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നതിന് ശേഷമാണ് അദ്ദേഹം സ്ഥാനമൊഴിയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 3633 ദിവസങ്ങൾ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലിരുന്നു. 17 വർഷം പാർട്ടി സെക്രട്ടറിയായിട്ടും പിന്നീട് 2 ടേമിലായി 10 വർഷം മുഖ്യമന്ത്രിയായും കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനായ നേതാവ് എന്ന പേര് സ്വന്തമാക്കിയിട്ടാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. വെറും 35 MLA-മാർ മാത്രമുള്ള അംഗസംഖ്യ കുറഞ്ഞ പ്രതിപക്ഷത്തെ നയിക്കാൻ പ്രായം 80 പിന്നിട്ട പിണറായി എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. 2016 മെയ് മാസം 25-ാം തീയതിയാണ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത്. സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തങ്ങളെയും കോവിഡ് മഹാമാരിയെയും നേരിട്ട കേരളത്തെ മുന്നിൽ നിന്ന് നയിച്ച പിണറായിക്ക് മലയാളി നൽകിയ അംഗീകാരമായിരുന്നു തുടർഭരണം. 50,000-ൽ-അധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ധർമ്മടത്ത് പിണറായിക്ക് 2021 ലഭിച്ചത്. 5 വർഷങ്ങൾക്കിപ്പുറം പാർട്ടിയും മുന്നണിയും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ പകുതിയിൽ താഴെയായി ഭൂരിപക്ഷവും കുറഞ്ഞു. അതും വോട്ടെണ്ണലിന്റെ ആദ്യ 7 റൗണ്ടുകളിൽ പിന്നിൽ നിന്നതിന് ശേഷമായിരുന്നു വിജയം.